നമസ്കാരം. ജീവിതത്തിൽ പലരും നമ്മളെ വേദനിപ്പിച്ചവരെ ഓർത്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ക്ഷമിക്കാൻ കഴിയുന്ന മനസ്സാണ് ഏറ്റവും ശക്തമായത് എന്ന്? പെസഹ വ്യാഴം. ജീസസ് ക്രൈസ്റ്റ് തൻ്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയ ദിനം. വിനയം, സ്നേഹം, ക്ഷമ, ഈ 3 വാക്കുകൾ നമ്മളെ പഠിപ്പിക്കുന്ന ദിനം. ഇതൊരു വിശ്വാസ ദിനം മാത്രമല്ല, ഇതൊരു മൈൻഡ് റീസെറ്റ് ഡേ ആണ്. മനസ്സ് ആൻഡ് ഈഗോ. നമ്മളുടെ മനസ്സിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഈഗോ. ഞാൻ ശരിയാണ് എന്നൊരു ചിന്ത. അത് നമ്മളെ ബന്ധങ്ങളിൽ നിന്ന് അകറ്റും. പക്ഷേ പെസഹ തന്നോട് പറയുന്നത്, അല്ലെങ്കിൽ പെസഹ നമ്മളോട് എല്ലാവരോടും പറയുന്നത്, നിങ്ങൾ കുറച്ചൊന്ന് താഴേക്കിറങ്ങൂ, ക്ഷമിക്കൂ, സ്നേഹിക്കൂ. ക്ഷമയുടെ ശക്തി. ഒരാളിനോട് ക്ഷമിക്കുന്നത് അവരെക്കുറിച്ചല്ല, അത് നമ്മളുടെ മനസ്സിനെ സ്വതന്ത്രമാക്കാനാണ്. ജീസസ് ക്രൈസ്റ്റ് പോലും വേദനിപ്പിച്ചവരോട് ക്ഷമിച്ചു. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നു? ഫോർഗീവ്നെസ് ഈസ് ഫ്രീഡം. ഇമോഷണൽ ഹീലിംഗ്. പെസഹ നമ്മെ പഠിപ്പിക്കുന്നത് നമുക്കുള്ള ഇമോഷണൽ പെയിൻ റിലീസ് ചെയ്യാനാണ്. നമ്മളുടെ മനസ്സിൽ ആരോടെങ്കിലും വെറുപ്പുണ്ടോ? ഇന്നാണ് അത് വിട്ടുകളയേണ്ട ദിവസം. ഒരു സിമ്പിൾ എക്സസൈസ്. കണ്ണടയ്ക്കൂ. ആ വ്യക്തിയെ മനസ്സിൽ ഓർക്കൂ. ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു എന്ന് പറയൂ. നിങ്ങൾക്ക് ഒരു ഭാരം കുറയുന്നത് പോലെ തോന്നും. വിനയം. കാലുകൾ കഴുകിയ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത് റിയൽ ഗ്രേറ്റ്നെസ് ഈസ് ഇൻ സെർവിങ് അതേഴ്സ്. നമ്മൾ വലിയവരാകണമെങ്കിൽ നമ്മൾ ആദ്യം നല്ല മനുഷ്യരാകണം. ഈ പെസഹ വ്യാഴം നമ്മൾ ഒരു തീരുമാനം എടുക്കണം. ഞാൻ ക്ഷമിക്കും, ഞാൻ സ്നേഹിക്കും, ഞാൻ എൻ്റെ ഈഗോ വിട്ടുകളയും. കാരണം ശുദ്ധമായ മനസ്സാണ് ഏറ്റവും വലിയ സമ്പത്ത്. ഈ വീഡിയോ നിങ്ങൾക്ക് കണക്റ്റ് ആയെങ്കിൽ ഇത് മറ്റൊരാളിലേക്ക് ഷെയർ ചെയ്യൂ. കാരണം ഒരാളുടെ മനസ്സ് മാറാൻ ഇത് കാരണമാകാം. താങ്ക് യു.